അപ്പൊ 7 സഭകളാണ് ഈ ദൂത് കൊടുക്കുന്നത്. ഈ 7 സഭയോട് ദൂത് പറയുമ്പോൾ, ഇനി ഈ ദൂത് പറയുമ്പോൾ അതിന് ചില പൊതുവായ തത്വമുണ്ട്. ദൂത് പറയുമ്പോൾ കർത്താവ് ഏത് സഭയോട് ദൂത് പറഞ്ഞാലും ആ ദൂതുകൾക്ക് പൊതുവായ തത്വമുണ്ട്. എന്തുവാ തത്വം? 1, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അഭിനന്ദിക്കും. 3, ആക്ഷേപം വല്ലതും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷ്മം കർത്താവ് ആക്ഷേപിക്കും. 4, നല്ലതുപോലെ വിവേചിക്കും. 5, വിവേചനം കഴിഞ്ഞൊരു പ്രബോധനം കൊടുക്കും. 6, പ്രബോധനത്തിന് അനന്തരം ഒരു മുന്നറിയിപ്പ് കൊടുക്കും, വാണിങ്. 7, പ്രതിഫലം വല്ലതും ഉണ്ട് അതും പറയും. ഇതാണ് എല്ലാ സഭയോടും പറയുന്ന ദൂതിന്. കർത്താവ് ദൂത് പറയുമ്പോഴല്ല അതിന് തത്വമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ചിലർ ദൂതൊക്കെ പറയുന്നു, ഒരു തത്വമില്ല, വെളിവുമില്ല. വെള്ളിയാഴ്ചയിൽ 85 അന്ന് അപ്പച്ചനോട് 15-കാരൻ പയ്യൻ പറയാം, മകനെ. ഉടനെ അപ്പൻ തന്തയ്ക്കും വെളിവില്ല, എവനും വെളിവില്ല. 85 എന്ന വല്യപ്പനോട് 15 എന്നവൻ പറയാം, മകനെ. ഉടനെ വല്യപ്പനും രണ്ടിനും വെളിവില്ല. ദൈവം ദൂത് കൊടുക്കുകയാലെന്നല്ല പറഞ്ഞത്. എടാ, ഒരു സാമാന്യ മര്യാദയില്ലേ? 85 എന്ന് അപ്പച്ചനോട് വേണമെങ്കിൽ ദൂത് പറഞ്ഞു. അപ്പച്ചനോട് ദൈവം ഇന്ന തന്നെ അറിയിച്ചു, അതാ ഇതിന്റെ മര്യാദ. അല്ലാതെ അപ്പന്റെ തലയെ വെച്ച് മകനെ. 13 വയസ്സുള്ള പെങ്കൊച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 13 വയസ്സുള്ള പെങ്കൊച്ച് പ്രായമുള്ളൊരു തള്ള, അന്ന് ചട്ടയും മുണ്ട് കൊടുത്ത തള്ളയാ. ചെന്ന് പറയാം, മകളെ. ഉടനെ തള്ള. അതായത് പറഞ്ഞ വെളിവൊന്നുമില്ല ഇതിന്. കർത്താവ് ദൂത് പറയുമ്പോൾ അതിനെല്ലാം തത്വങ്ങളുണ്ട്, അടിസ്ഥാന തത്വമുണ്ട്. അതിന്റെ മുമ്പോട്ട് പോകാം. ഇപ്പോഴത്തെ കുറെ ദൂത് പറച്ചിലുകാരൊക്കെ ഉണ്ട്, എന്തെല്ലാം ബെടലത്തരമാണെന്നറിയാം. പിന്നെ ചിലര് പറഞ്ഞത് പൊട്ടക്കണന്റെ മാവേലേറ് പോലെ അങ്ങ് ഒത്തു. അല്ലാതെ ഇത് ദൂതൊന്നും അല്ല, ഒക്കുക അങ്ങ്. സാമാന്യ ബുദ്ധി കൊണ്ടൊക്കെ ചിലത് പറയാം, അങ്ങനെ പറയുന്നവരുമുണ്ട്. നമ്മളിടെ കണ്ടിട്ടില്ലേ, ചില മനോഭാരത്താൽ വലയുന്ന ചിലരെ കാണുന്നു. ഇരിക്കുന്ന മുഴുവൻ അത് കണ്ടില്ലേ. ഉടനെ അടുത്ത പോയിന്റ്, ചില രോഗികളെ കാണുന്നു. രോഗമില്ലാത്ത ഒരാൾ കൈപൊക്കിക്കേ, ഇപ്പൊ കൊണ്ട് ആശുപത്രി കയറ്റാൻ പോവാ. ഒരു 10 ലക്ഷം രൂപയുടെ രോഗമുണ്ട് നിന്റെ ദേഹത്ത്. ഇപ്പം ഇത് ബിസിനസ് ആയതുകൊണ്ട് 10 അല്ല, അത് കൂടുതൽ വരും. ഇത് ചുമ്മാ അങ്ങ് ഓരോന്ന് പറയുക. ഇത് അങ്ങനല്ല ദൂത്. കർത്താവ് ദൂത് പറയുമ്പോൾ, വിശേഷിച്ച് സഭയോട് ദൂത് പറയുമ്പോൾ പൊതുവായ തത്വമുണ്ട്. അതിലൊന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ഇവിടെ പെർഗമോസ് സഭയ്ക്ക് പരിചയപ്പെടുത്തുക. 12-ാം വാക്യം വായിച്ച് എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? 12. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. പിന്നെ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ അരുളി ചെയ്യുന്നത് ഉള്ളവൻ അരുളി ചെയ്യാം. ഇതിനൊരു ചരിത്രം. അന്നത്തെ കാലത്ത് സഭയ്ക്ക് പീഡ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാലവുമുണ്ട്. എന്നാൽ പെർഗമോസിന്റെ ചരിത്രമൊക്കെ പഠിക്കുന്നവർ, ഇവിടെ നന്നായിട്ട് പഠിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു സീസറിന്റെ ഒരു സ്റ്റാച്ചുവാ. ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സീസറിനെ വണങ്ങിയില്ലെങ്കിൽ, ആരാധിച്ചില്ലെങ്കിൽ, കുമ്പിട്ടില്ലെങ്കിൽ അവന് പെടലി വെട്ടും. അക്കാലത്ത് ഒരുമാതിരിപ്പെട്ടവരെല്ലാം സീസറിനെ വണങ്ങുക. എന്നാൽ വണങ്ങാത്ത ചിലരുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടൊരു ശേഷിപ്പ്. അവര് സീസറിനെ ആരാധിക്കത്തില്ല, സീസറിനെ വണങ്ങത്തില്ല. കാരണം അവൻ ഒരു മനുഷ്യനെയും ആരാധിക്കരുത്, ഒരു മനുഷ്യനെയും വണങ്ങരുത്. വിഗ്രഹമോ സ്തംഭമോ സ്തൂപമോ രൂപമോ സാദൃശ്യമോ ഒന്നും പാടില്ല. ആകാശത്തിന് കീഴിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, വെള്ളത്തിൽ ചരിക്കുന്നതാകട്ടെ, മൃഗമാകട്ടെ, മത്സ്യമാകട്ടെ, ഇടജാതിയാകട്ടെ, മൃഗജാതികൾ ഒന്നിൻ്റെയും ഒരു രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിച്ച് നീ അതിനെ വണങ്ങരുത്.
ദൂതനെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, പ്രകൃതിയെ ആരാധിക്കരുത്, ഒരു ചരാചരത്തെയും ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പൊ സീസറെ വണങ്ങാൻ പറഞ്ഞാൽ പ്രമാണമുള്ളവൻ വണങ്ങുകയല്ല. അങ്ങനെ ചിലരെയൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പീഡ അനുഭവിച്ചവര് പീഡയിൽ കൂടിയൊക്കെ പോയപ്പോൾ ആ സഭയോട് പറയുക, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ വായിച്ചേ മോളെ, 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ സീസറിന്റെ കയ്യിലിരിക്കുന്ന വാളിന് ഒരു വശത്തെ മൂർച്ചയുള്ളൂ. എന്നാൽ സീസറിനേക്കാൾ ഉന്നതനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാളിന് രണ്ട് വശത്ത് മൂർച്ചയാണ്. ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം ആരാന്ന് മനസ്സിലാക്കണം. നീ ആരാധിക്കുന്ന യേശു ആരാന്ന് മനസ്സിലാക്കണം. ലോകത്തിന്റെ പീഡകള്, ലോകത്തിന്റെ കുരുക്കുകൾ കണ്ട് പേടിക്കരുത്, ഭയപ്പെട്ടു പോകരുത്. നമ്മളോട് ദൂത് പറയുന്ന നമ്മുടെ കർത്താവ് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ. വായ്ത്തല രണ്ടിനാലും ശത്രുക്കളെ അരിഞ്ഞു. വായ്ത്തല രണ്ടിനാലും ശത്രുക്കളെ അരിഞ്ഞു. വീട്ടുന്ന കറ്റമൊന്നു കൈയിൽ പിടിച്ചവനെ യേശു നായക, വാഴ്ക ജീവദായക, നിരന്തം യേശു നായക, വാഴ്ക ജീവദായക, നിരന്തം. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശന മായാവിമോകമല്ല പീയാർന്നു മണ്ടിടുമേ, മായാവിമോകമല്ല പീയാർന്നു മണ്ടിടുമേ. യേശു നായക, വാഴ്ക ജീവദായക, നിരന്തം യേശു നായക, വാഴ്ക ജീവദായക, നിരന്തം. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് മുമ്പോട്ട് പോകാം. ഈ സഭയോട് ദൂത് പറയുക, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരെന്ന് ചോദിച്ചാൽ, ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ ആരല്ല ചെയ്യുന്നേ. സീസറിന്റെ വാളിന് ഒരു വശം മാത്രമേ മൂർച്ചയുള്ളൂ. എന്റെ കയ്യിലിരിക്കുന്ന വാള് രണ്ട് വശവും മൂർച്ചയുള്ളതാണ്. ഓടിച്ചു പോകാൻ കർത്താവ് സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തി. 2, അഭിനന്ദനം. എന്തുവാ അഭിനന്ദനം? 13-ാം വാക്യം വായിച്ചേ. 13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അടുത്തത്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പൊ കർത്താവ് സഭയെ അഭിനന്ദിച്ചപ്പോ 2 കാര്യമായി എടുത്തു പറഞ്ഞത്. ഒന്ന്, സ്തോത്രം, നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. 2, എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നമ്മളെ ഒന്ന് അഭിനന്ദിക്കണം. കർത്താവിന്റെ വിശേഷത, അഭിനന്ദിക്കാൻ അർഹതയുള്ളവനെ കർത്താവ് അഭിനന്ദിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ നല്ല അഭിനന്ദനമാണ്. ഒരിക്കൽ യേശു പറഞ്ഞു, അയ്യോ, ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം, അഭിനന്ദനം. ഒരിക്കൽ വേറൊക്കെ പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ. ഒരിക്കൽ യേശു പറഞ്ഞു, ബർയോനാശി മോനെ, ഇത് ജഡരക്തമൊന്നുമല്ല, വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാ. ഒരിക്കൽ സ്വച്ഛജടമാംസി തൈലമെടുത്ത് കർത്താവിന്റെ തൃക്പാരത്തിൽ പൂശിയപ്പോൾ പണസഞ്ചിയായിട്ടിരുന്ന യൂദ കയറി ഉടക്കി. കർത്താവ് പറഞ്ഞു, വിട്, അവൾ എൻ്റെ ശവസംസ്കാര ദിവസത്തിന് ചെയ്തിരിക്കുക. അപ്പൊ കർത്താവ് ഈ അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും. അത് നമുക്കും ഒരു മാതൃകയാണ്. ഞാൻ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ അഭിനന്ദിക്കും. അത് പറയും, അത് പാപമൊന്നുമല്ല. ചെല്ലു പറയും, അങ്ങനൊന്നും പറയരുത്, അവർ നെകളിക്കുമെന്ന്. അത് ചുമ്മാ അസൂയ കൊണ്ട് പറയാത്തതാണ്, കുശുമ്പ് കൊണ്ടാണ് പറയാത്തത്. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട്, അവരെ അഭിനന്ദിക്കും.
എനിക്കറിയാം ചില സദസ്സിലൊക്കെ ഞാനിവിടെ ഇരിക്കുന്ന സദസ്സിൽ നന്നായിട്ട് ശാന്തമായിട്ട് നിന്ന് വചനം പറയുന്ന ദൈവദാസന്മാരുണ്ട്. വലിയ ബഹളവും വെപ്രാളവും ഒന്നുമില്ല. അവർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നിന്ന് വളരെ അടുക്കിടക്കായിട്ട് ഞാൻ യോഗം കഴിയുമ്പോൾ ഞാൻ പറയും വളരെ നന്നായിരിക്കുന്നു. അത് പറയുന്നതിന് എന്നാ നമ്മുടെ ആൾക്കാരുടനെ അത് കേട്ടാൽ പറയും ആത്മാവില്ലെന്നാണ് തോന്നുന്നത്. ആത്മാവില്ലേ പിന്നെ അയാൾ ഇവിടം വരെ വരുവോടോ? അടുക്കിടക്കായിട്ട് വചനം പറയുന്നവരുണ്ട്. അത് അഭിനന്ദിക്കണം. നന്നായിരിക്കുന്നു. അപ്പൊ നല്ല കാര്യമാണെങ്കിൽ അത് നന്നെന്ന് പറയണം. ദൈവത്തിന് മഹത്വം. കർത്താവ് മാതൃകയാണ്. രണ്ട് കാര്യമാണ് ഈ പെർഗമോസുകാരെ പറ്റി പറയുന്നത്. ഒന്ന്, എന്റെ നാമത്തെ എങ്ങനെ എഴുതിയേക്കുന്നത്? എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നാമത്തെ മുറുകെ പിടിക്കണം. ഏത് നാമം? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാ. ഇന്ന് രാത്രി ആ നാമം ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രി രോഗികളായി നിരാശരായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നിനക്ക് വിടുതല. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുടങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇന്ന് രാത്രി നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കുരുടര് കാണുന്നു, ചെകിടര് കേൾക്കുന്നു, മുടന്തര് നടക്കുന്നു, ഊമര് സംസാരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ചെറുക്കൻ ചേടി എണീറ്റു. ഇന്ന് രാത്രി ഈ നാമം ശക്തിയുള്ള നാമമാണ്.